KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണും. ആലപ്പുഴയിൽ വലിയ വിജയം നേടിയ ആലപ്പുഴയിൽ CPM-ന്റെ സിറ്റിംഗ് സീറ്റിൽ വിജയിച്ച ആദ്യമായിട്ട് 2014 ശേഷം 2024 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നത്. ഉടനെയായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു പാർട്ടി എന്നോട് ആലപ്പുഴയിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. ആലപ്പുഴയിൽ ഒരുപാട് ജനങ്ങൾ അത് ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. പാർട്ടിയുടെ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ദേശീയ തലത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 1-2 വർഷക്കാലമായിട്ട് ആ ദൗത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മത്സരിക്കാനുള്ള. അതുകൊണ്ട് ഏറെ സമയം എനിക്കിവിടെ ചിലവഴിക്കാനോ കൂടുതൽ ആളുകളെ കാണാനോ ഒന്നും കഴിഞ്ഞില്ല. എങ്കിലും പതിവ് പോലെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ സഹായിച്ച ആലപ്പുഴ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ എന്നെ സഹായിച്ചതിന് എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങളോട് അഗൈതവുമായി നന്ദിയുണ്ട്. ആദ്യമായിട്ട് അത് അറിയിക്കാൻ തീർത്താൽ തീരാത്ത കടപ്പാടുമായിട്ട് ആലപ്പുഴയിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്, അത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ UDF-ന്റെ പ്രവർത്തകർ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. അവസാന ദിവസങ്ങളിലൊക്കെ തന്നെ അവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ്, നിങ്ങൾക്കറിയാം, ഞങ്ങൾ പോരാടിയ ഒരു പോരാട്ടം സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു. ഞങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡും ഇല്ലായിരുന്നു. ഇലക്ഷൻ്റെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം എടുത്തുകൊണ്ടുപോയി ED-യും CBI-യും ഇൻകം ടാക്സും ഞങ്ങളുടെ നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി. കുറേ പേർ ഭീഷണിക്ക് വഴങ്ങി ആ പാർട്ടിയിലേക്ക് ചേർന്ന് കോൺഗ്രസിൽ നിന്നും കുത്തൊഴുക്ക് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി. നിർഭാഗ്യവശാൽ മുഖ്യധാരാ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ ഒരേ ഒരു പക്ഷത്തു നിന്നു ഈ തെരഞ്ഞെടുപ്പിലുടനീളം. നരേന്ദ്രമോദി ഏത് വിദ്വേഷ പ്രസംഗം നടത്തിയാലും അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ, ദേശീയ തലത്തിൽ ഇതുപോലെ പോളറൈസ് ചെയ്ത ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല BJP. അതിനെക്കുറിച്ച് പോലും ചർച്ചയോ ഡിബേറ്റോ നടത്താതെ ഏകപക്ഷീയമായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെ ഉറപ്പിച്ചു പറഞ്ഞു. KC വേണുഗോപാലിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വർക്കിംഗ് ജനറൽ സെക്രട്ടറി. അതെ, ആറ്റിങ്ങൽ വീണ്ടും സസ്പെൻസ് ഉണ്ട്. ആറ്റിങ്ങലിൽ 794 വോട്ടുകളായി അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം വീണ്ടും കുറയുന്നു എന്ന ചിത്രം വരുന്നുണ്ട്. ഇപ്പോഴും UDF അവിടെ ലീഡ് നിലനിർത്തുന്നുണ്ടെങ്കിൽ കൂടിയും 794 വോട്ടുകളായി ലീഡ് നില കുറയുന്നുണ്ട്. ആലപ്പുഴയിലെ വിജയ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. KC വേണുഗോപാലിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം, 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആലപ്പുഴയിൽ തിരിച്ചു വരുമ്പോഴും വലിയ വിജയം ആലപ്പുഴക്കാർ അദ്ദേഹത്തിന് സമ്മാനിച്ചു. അത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിജയം, ഒപ്പം തന്നെ UDF-ന്റെ വിജയം, അങ്ങനെ തന്നെയാണ് അദ്ദേഹവും കാണുന്നത്. ഒപ്പം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പോരാട്ടവും BJP-ക്കെതിരെ നടത്തിയ രാഷ്ട്രീയ നീക്കവും ഒക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വലിയ വിജയം ആലപ്പുഴയിൽ KC വേണുഗോപാൽ സംഭവിക്കുന്നു. കേരളത്തിലുടനീളം UDF-ന്റെ വലിയ വിജയമുണ്ടാകുന്നു. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ്. Hello? Just channel pass.
അവിടെയുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എ മാരിഫാണ് മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്നത്. ആലപ്പുഴയിലെ കഴിഞ്ഞ തവണ നമുക്കറിയാം LDFന്റെ ഏക MP ആയിരുന്നു. ആറ്റിങ്ങലിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഫലസൂചനകൾ അത് ബി ജോയിയുടെ ലീഡ് ഉയരുന്നു എന്നുള്ളതാണ്. 3794 ബി ജോയി കുതിക്കുന്നു. ബി ജോയിയുടെ ലീഡ് 3794 ആകുന്നു.